ഇന്ന് നമ്മൾ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ക്ലാവ് പിടിച്ച ഓട്ടുപാത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് എങ്ങനെ സ്വർണം പോലെ തിളക്കമുള്ളതാക്കാമെന്നാണ്. അതും വെള്ളം പോലും ഉപയോഗിക്കാതെയാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത്. രണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യത്തെ രീതി കണ്ടു നോക്കാം. 5 പൈസ ചെലവില്ലാണ്ടാണ് കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വിളക്കിലുള്ള എണ്ണയൊക്കെ നല്ലപോലെ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ന്യൂസ് പേപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഉപയോഗിക്കുന്നില്ല. പണ്ട് കാലങ്ങളിൽ മുത്തശ്ശിമാരൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഓട്ടുപാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തിരുന്നത്. അപ്പം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഓട്ടുപാത്രങ്ങളിലെ ആ ഒരു എണ്ണമെഴുക്കും ക്ലാവും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് വെള്ളാരം കല്ലുകളാണ്. വീട്ടിൻ്റെ മുറ്റത്തും മണലിലും അതുപോലെ തന്നെ തോട്ടിൻ്റെ സൈഡിലും ഒക്കെ ഇത്തരത്തിലുള്ള കല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല സ്മൂത്ത് ആയിട്ടുള്ള വെളുത്ത കല്ലുകളാണ് വെള്ളാരം കല്ലുകൾ. ഇത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇടിച്ച് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇടികല്ലിലാണ് ഇടിച്ചെടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ അമ്മിക്കല്ലുണ്ടെങ്കിൽ അതിൽ വെച്ചൊന്ന് അരച്ചെടുത്താലും മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ അമ്മിക്കല്ലിൻ്റെ മൂർച്ചയും കൂടും. കല്ലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇടിച്ച് പൊടിച്ചെടുക്കാനായിട്ട് കഴിയും കേട്ടോ. ഞാൻ ഇവിടെ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓട്ടിൻ്റെ പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും തരി ഉണ്ടാവരുത്. നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഭസ്മത്തിൻ്റെ പൊടി പോലെ ഇരിക്കും കേട്ടോ. ഇതേ നോക്കി എത്ര സ്മൂത്ത് ആയിട്ടുള്ള പൗഡറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ ഓട്ടിൻ്റെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 2-3 പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു കല്ല് മൊത്തവും ഞാൻ ഇടിച്ച് പൊടിച്ച് നല്ല പോലെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പൊടി ഓട്ടിൻ്റെ പാത്രങ്ങളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി എടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നല്ല സ്മൂത്തായിട്ട് ഭസ്മത്തിൻ്റെ കണക്കുള്ള പൊടി ആയതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്കോ പാത്രത്തിനോ ഒന്നും പോറൽ വരത്തില്ല. ഇങ്ങനെ നമ്മൾ തിരുമിയെടുക്കുമ്പം ആ ഒരു പാത്രത്തിലുള്ള ക്ലാവും അഴുക്കും ഒക്കെ നമ്മുടെ കയ്യിൽ പറ്റും. അത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് തിരുമിയെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പം കൈ ഉപയോഗിച്ച് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം കൈ ഒന്ന് വാഷ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ആ അഴുക്കും ക്ലാവും ഒക്കെ പൊയ്ക്കോളും. ഈ ഒരു പൊടി ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് തിരുമിയെടുക്കുമ്പോൾ തന്നെ ഓട്ടിൻ്റെ പാത്രങ്ങൾ നല്ല പോലെ തിളങ്ങുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയുന്നില്ല. ഞാനൊരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആ ഒരു വിളക്കിലുണ്ടായിരുന്ന ക്ലാവും എണ്ണമെഴുക്കും ഒക്കെ പോയിട്ട് നല്ല പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ 1 മാസത്തിലേറെ ഈ പാത്രത്തിൽ ഒട്ടും ക്ലാവ് വരത്തില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഉപയോഗിച്ച് കഴുകുമ്പോൾ ഉള്ള പുള്ളിയായിട്ടുള്ള പാടുകളൊന്നും തന്നെ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാവില്ല. ഈ ഒരു രീതിയിൽ ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കാണ്ട് 3 പാത്രങ്ങൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്വർണം പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് നൽകണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ മുമ്പ് ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പറയാനും മറക്കില്ലല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ രീതി ഒന്ന് കണ്ടു നോക്കിയാലോ. എല്ലാവരുടെ കയ്യിലും വെള്ളാരം കല്ല് ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ ഒരു രീതി. നല്ല പോലെ ക്ലാവ് പിടിച്ചിട്ടുള്ള ഒരു ലക്ഷ്മി വിളക്കാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ നമുക്ക് ഒരു ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിലുള്ള എണ്ണയൊക്കെ ഒന്ന് നല്ല പോലെ തുടച്ച് കളയാം. ന്യൂസ് പേപ്പറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൻ്റെ തുണി ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്നത് നമുക്ക് തുടച്ചിട്ടതങ്ങ് കളയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പം ആദ്യം ഒരു തുണിയോ മറ്റോ ഉപയോഗിച്ചിട്ട് അതിലുള്ള ക്ലാവും എണ്ണമെഴുക്കും ഒക്കെ ഒന്ന് തുടച്ചതിന് ശേഷം വേണം കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചുടുകട്ടയുടെ പൊടിയാണ്. അതിനായിട്ട് ഞാൻ 2 പീസ് ചുടുകട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം. തരികളൊന്നുമില്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൗഡറാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ ചുടുകട്ട പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി പൂജാപാത്രങ്ങൾ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെ കുറച്ച് ചുടുകട്ട പൊടിച്ച് നമുക്കൊരു ബോക്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പൗഡറാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് പൗഡർ ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരും ചുടുകട്ടപ്പൊടിയും കൊണ്ട് ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഞെട്ടിക്കുന്നൊരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു മിക്സ് നമുക്ക് നല്ലൊരു പേസ്റ്റിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വൃത്തിയാക്കാനുള്ള ഓട്ടുപാത്രങ്ങൾ ആ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സ്ക്രബ്ബർ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ആ നാരങ്ങയുടെ തൊണ്ട് വെച്ച് തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് തൊടുമ്പം തന്നെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലൈവായിട്ട് തന്നെ കാണാം. കൈ എത്താത്ത ഭാഗങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ലക്ഷ്മി വിളക്കിൽ ഒരുപാട് അടുക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വലിയ പാടാണ്. പക്ഷേ ഈ ഒരു രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. ദേ നോക്കിയേ, ഇപ്പോൾ സ്വർണം പോലെ തന്നെ നമ്മുടെ വിളക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇരുന്നൊരു വിളക്കാണ്. ഇനി ഞാനിതൊന്ന് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ലൈവായിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള റിസൾട്ട്. ബ്രഷൊക്കെ ഉപയോഗിച്ച് കഴുകേണ്ട ആ ഇടുക്കുകളൊക്കെ തന്നെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആ നാരങ്ങയുടെ തൊണ്ട് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഞാൻ കുറച്ചധികം പാത്രങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പേഴ്സണലി ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടിപ്പ് ഇതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് പൊതുവെ ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. പുതിയ പാത്രങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു തിളക്കത്തോട് തന്നെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടില്ലേ. ഇനി നമുക്കിത് നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി ഉപയോഗിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ കുത്തുകുത്തു പാടുകൾ ഈ ഒരു പാത്രത്തിലുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ 2 വ്യത്യസ്തമായ രീതിയിലാണ് ഓട്ടുപാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുത്തത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അതിനായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഇനി ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇനിയും ഇതുപോലെ നല്ല കിടിലനായിട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.